CPM-ലെ കലഹത്തിൽ പ്രതിരോധം മാറ്റി കടന്നാക്രമണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ നയം മാറ്റം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഓസ്ട്രേലിയൻ സന്ദർശന വേളയിൽ എന്നതാണ് ഏറെ ശ്രദ്ധേയം. എതിരാളികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയ വാർത്താ സമ്മേളനം. പാർട്ടി സമ്മേളനങ്ങൾ പുരോഗമിക്കുമ്പോൾ പിണറായി അശക്തൻ എന്ന തോന്നൽ ഒഴിവാക്കാൻ എന്നാണ് വിലയിരുത്തൽ. ഇതേസമയം 27-ന് തുടങ്ങുന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗം MV ഗോവിന്ദനും പിണറായിക്കും നിർണായകമാകും. ഒരു മാസത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയതും എതിരാളികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതുമായിരുന്നു. അതിനായി പിണറായി കണ്ടെത്തിയ സമയം കിടങ്ങൂരിനെതിരെ K കരുണാകരനും EMS-നെതിരെ മന്നവും തിരഞ്ഞെടുത്ത അവസരം പോലെ മുഖ്യ എതിരാളി വിദേശത്തായിരിക്കുക എന്നതും ശ്രദ്ധേയമാണ്. PV അൻവറിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ വലിയ ഒരു ശക്തിയുണ്ടെന്നും പിണറായിയുടെ വരുതിയിൽ അൻവർ നിൽക്കില്ലെന്നും കൃത്യമായ ധാരണയുള്ളതായി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ വാക്കുകളിൽ വ്യക്തമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ വന്ന നയം മാറ്റമടക്കമുള്ള തിരുത്തൽ നിർദ്ദേശങ്ങളെ തുടർന്ന് പ്രതിരോധത്തിലായിരുന്ന പിണറായി വിജയൻ തന്റെ നയം എതിരാളികളെ കടന്നാക്രമിക്കുന്നതിലേക്ക് മാറ്റി എന്നതും കാണേണ്ടതുണ്ട്. PV അൻവറിന് പിറകെ P ജയരാജനും മതരാഷ്ട്രവാദമടക്കമുള്ള കാര്യങ്ങളിൽ തുറന്നു പറച്ചിലുമായി വന്നതും CPI-യിൽ നിന്ന് ആഭ്യന്തര വകുപ്പിനെതിരായ വിമർശനം ശക്തമായതും പാർട്ടി സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരായ വിമർശനം വ്യാപകമായതും പിണറായിയുടെ നയം മാറ്റത്തിന് പ്രേരണയായതായാണ് വിലയിരുത്തൽ. ഈ മാസം 24-ന് MV ഗോവിന്ദൻ ഓസ്ട്രേലിയയിൽ നിന്നും തിരിച്ചെത്തുന്നതിന് മുമ്പ് കളം പിടിക്കാനുള്ള തീവ്ര ശ്രമമാണ് പിണറായിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. 27 മുതൽ 30 വരെ നടക്കുന്ന CPM PB കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ സർക്കാരിനെതിരായ സമീപനം ചെറുക്കുന്നതിനും പിണറായിക്ക് സ്വീകാര്യനായ ആളെ ജനറൽ സെക്രട്ടറിയുടെ ചുമതലയിൽ കൊണ്ടുവരാനും നീക്കം നടക്കുന്നുണ്ട്. ഇതിനെതിരായ നീക്കങ്ങളുമായി MV ഗോവിന്ദൻ പക്ഷവും രംഗത്തുണ്ടെങ്കിലും വിദേശത്തു നിന്നുള്ള ആശയവിനിമയം നാട്ടിലേതുപോലെ ശക്തമാകില്ല. ഇതേസമയം കണ്ണൂർ ലോബിയിലെ ചേരിതിരിവ് കൂടുതൽ തുറന്നു പറച്ചിലേക്ക് പോയാൽ ഇരുപക്ഷത്തിനും കടുത്ത ആഘാതമാകുമെന്ന മുന്നറിയിപ്പും പാർട്ടിക്കുള്ളിൽ നിന്ന് രണ്ടു കൂട്ടർക്കും ലഭിക്കുന്നുണ്ട്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. സുധീഷ് ഗോപാൽ തന്നെ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് തത്സമയം. സുധീഷ്, വളരെ രസമുള്ളൊരു വിലയിരുത്തൽ എന്ന് വേണം കരുതാൻ. താൻ ഇപ്പോഴും ശക്തനാണെന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്മർദ്ദം മുഖ്യമന്ത്രിയിൽ വന്നെത്തിയെങ്കിൽ അതിന് പിന്നിൽ എന്തൊക്കെയാണ്? അങ്ങനെ മുഖ്യമന്ത്രിയെ സമ്മർദ്ദത്തിൽ ആഴ്ത്തിയത് ആരാണ്? നേരത്തെ മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന യുവനിരയാണോ? മുഖ്യമന്ത്രിയുടെ മരുമകൻ ശക്തനായി എമേർജ് ചെയ്തതിൽ അസംതൃപ്തരാണോ ഇവർ? അതോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ? ഒരു കാര്യം വളരെ വ്യക്തമായ രാഷ്ട്രീയ വിമർശനം ഉയർന്നത് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം സംസ്ഥാന സെക്രട്ടറിക്ക് CPM-ൽ പഴയ പോലെ റോൾ ഇല്ല എന്നുള്ളൊരു വിമർശനം അല്ലെങ്കിൽ പരിഹാസം അല്ലെങ്കിൽ ആക്ഷേപം ഉയർന്നിരുന്നു. അത് മാറ്റി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് സംസ്ഥാനത്തെ പാർട്ടിയിലെ ഏറ്റവും ശക്തൻ എന്ന് തെളിയിക്കാൻ MV ഗോവിന്ദൻ ശ്രമിക്കുന്നതാണോ? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? സുധീഷ്, നമസ്തേ, സ്വാഗതം. പ്രദീപ് പിള്ള, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് പിണറായി വിജയൻ CPM രാഷ്ട്രീയത്തിൽ ഇന്ന് വരെ നേരിട്ടിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി വരുമ്പോൾ പോലും അത് VS-ന്റെ നീക്കങ്ങളിലൂടെ പിണറായി വലിയ ആയാസമൊന്നും എടുക്കാതെ പാർട്ടി സെക്രട്ടറിയായി വന്നതാണ്. അന്നത്തെ വിഭാഗീയതയുടെ ഭാഗമായി VS പക്ഷത്തിന് ജയിക്കാൻ വേണ്ടി VS-ന്റെ കൂടെ ആശീർവാദത്തോടെ വന്നതാണ് പിണറായി വിജയൻ. അതിന് പിന്നീട് ഇങ്ങോട്ട് VS-നെ ചെറുക്കുന്നതിലെല്ലാം കണ്ണൂർ ലോബി ഒറ്റക്കെട്ടായി കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് ഇങ്ങോട്ട് വന്ന് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നപ്പോഴും തൻ്റെ വിശ്വസ്തരായിരുന്നു എന്നും പാർട്ടി സെക്രട്ടറിയും എല്ലാം തന്നെ തൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്നവരായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു അവസ്ഥ മാറുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണമായി വിലയിരുത്തുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള CPM-ന്റെ മുതിർന്ന നേതാക്കളുടെ എല്ലാം മക്കളുടെ അവരുടെ ബിസിനസ്സും അതിൻ്റെ ആസൂത്രണങ്ങളും അവർക്കിടയിലുണ്ടാവുന്ന പകപോക്കലും എല്ലാം കണ്ണൂർ ലോബിയിലടക്കം വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. EP ജയരാജനും കോടിയേരിയുടെ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പോലും മക്കൾ രാഷ്ട്രീയം ഒരു കാരണമായതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം തുടർച്ചയെന്നോണം ഇത്തരം അകൽച്ചകൾ ഉണ്ടാവുകയും CPM-ലെ കണ്ണൂരിലെ വിഭാഗീയത ശക്തമാവുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ തന്നെയാണ് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി വരുന്നത്. ഗോവിന്ദൻ പിണറായിയുടെ വിശ്വസ്തനായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ധരിച്ചിരുന്നെങ്കിൽ പോലും ഇതിലെ കാര്യങ്ങൾ പാർട്ടി നിയന്ത്രണം പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ കയ്യിൽ തന്നെ നിൽക്കുന്നതിൽ നിന്ന് മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന, ഇല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെ വല്ലാതെ വളർത്തിക്കൊണ്ടുവരുന്ന, അതിലും മുതിർന്നവരെ മാറ്റി നിർത്തി മന്ത്രിയാക്കുന്നു, മികച്ച
വകുപ്പുകൾ കൊടുക്കുന്നു. ഇത് എല്ലാം തന്നെ കണ്ണൂർ ലോബിയിലടക്കം CPM-ലെ രണ്ടാം നിര നേതാക്കളിലടക്കം വലിയ രീതിയിലുള്ള എതിർപ്പ് ഉണ്ടാക്കി. ഇതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഈ സമ്മേളനത്തിൽ ഇതിന് ഒരു മാറ്റം വരുത്തണമെന്ന ചിന്തയുണ്ടാവുകയും അത്തരത്തിലുള്ള നീക്കങ്ങൾ ശക്തമായിരിക്കുകയും ചെയ്ത് ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് PV അൻവറിൻ്റെ തുറന്നു പറച്ചിൽ വരുന്നത്. PV അൻവറിൻ്റെ ഇന്നലത്തെ വാക്കുകൾ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. താൻ ഒറ്റയ്ക്കല്ല, കണ്ണൂരിലെ CPM-കാർക്ക് ഇതറിയാം, തൻ്റെ പിന്നിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ഇല്ലെങ്കിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ബോധ്യമുള്ള CPM-കാരുണ്ട്, മുതിർന്ന നേതാക്കളുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ P ശശിയും അജിത് കുമാറും മാത്രമല്ല പിണറായി വിജയനെ മിസ്ഗൈഡ് ചെയ്യുന്നത്, മറ്റു പലരും CPM-ലെ ആൾക്കാരുണ്ട്. അവർ പൊട്ടക്കിണറ്റിലേക്ക് മുഖ്യമന്ത്രിയെ കൊണ്ടിടുകയാണ്. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ബാക്കി എല്ലാവർക്കും അറിയാത്തത് മുഖ്യമന്ത്രിക്ക് മാത്രമാണ്. താനൊന്നും മുഖ്യമന്ത്രിക്കെതിരെ തുറന്നു പറഞ്ഞ് ആളാവാനില്ല എന്ന് പറഞ്ഞു വെച്ചതെല്ലാം കൃത്യമായും മുഖ്യമന്ത്രിക്ക് എതിരായി തന്നെയായിരുന്നു. ഇതേ ഘട്ടത്തിൽ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുള്ള മുമ്പ് നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറയുന്നു, അന്ന് രമേശ് ചെന്നിത്തലയോടെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുകയാണ്, തന്നെ ഒരു ചുക്കും ചെയ്യാനില്ല, ആരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും തനിക്കൊന്നും സംഭവിക്കില്ല. ആ ഒരു ആത്മവിശ്വാസം പാർട്ടിയിൽ നിന്ന് തന്നെ PV അൻവറിന് ശക്തമായ പിന്തുണ ഉള്ളതുകൊണ്ടാണോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. അതിനോട് ചേർത്ത് തന്നെ PV അൻവർ പറയുന്നുണ്ട്, താൻ പാർട്ടി വേണ്ട എന്ന് പറഞ്ഞാൽ താൻ മറ്റു വഴികൾ നോക്കും. അങ്ങനെ അഥവാ തന്നെ അംഗീകരിക്കാതെ പാർട്ടിയുടെ നയം പിണറായിയെ സപ്പോർട്ട് ചെയ്യുന്ന, ഇല്ലെങ്കിൽ താൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അംഗീകരിക്കാത്ത സമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നതെങ്കിൽ താൻ വേറെ വഴി നോക്കുമെന്ന തുറന്നു പറച്ചിൽ ഇതിലുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ പിണറായിയുടെ നീക്കം കൃത്യമായും MV ഗോവിന്ദൻ്റെ നീക്കങ്ങളെ ചെറുത്തുകൊണ്ട് ഇപ്പം പാർട്ടി സമ്മേളനങ്ങളിലെല്ലാം തന്നെ ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും ഈ സർക്കാരിനുമൊക്കെ എതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ ചെറുക്കുക, താൻ ദുർബലനാണെന്ന ധാരണ പാർട്ടി താഴെത്തട്ടിൽ വരെ വന്നിരിക്കുന്നു, അതിനെ അറുതി വരുത്തുക. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കടുത്ത പരാജയത്തിന് ശേഷം നയം മാറ്റണം, മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ മാറ്റം വരണം എന്നൊക്കെ ആവശ്യങ്ങൾ ഉയർന്നതോടെ പൂർണ്ണമായും ഒരു പ്രതിരോധ രീതിയിലായിരുന്നു പിന്നീടുള്ള പിണറായിയുടെ ഇങ്ങോട്ടുള്ള പ്രതികരണങ്ങളോ ഓരോ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ. എന്നാൽ അതിൽ നിന്ന് മാറി ഇന്നലെ വളരെ ശക്തമായ രീതിയിൽ PV അൻവറിനെതിരെ തന്നെ ശക്തമായ രീതിയിൽ മറുപടി പറയുക, തനിക്കൊപ്പം നിൽക്കുന്നവരെ പൂർണ്ണമായും സംരക്ഷിച്ചു കൊണ്ടുപോവുക. ഈ ഘട്ടത്തിലും ഘടകകക്ഷികളിൽ നിന്ന് പോലും ശക്തമായ എതിർപ്പ് ഉയർന്നു. ഇന്നലെ പിണറായി വിജയൻ മുന്നോട്ട് വെച്ച നീക്കങ്ങൾ ഒരു തരത്തിൽ പാളി എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം PV അൻവർ ഇനിയും തുറന്നു പറച്ചിലുമായി പോയാൽ തനിക്കും പലതും പറയേണ്ടി വരും എന്ന മുന്നറിയിപ്പ് അത് തീർത്തും അവഗണിച്ചുകൊണ്ട് PV അൻവർ ഇന്നലെ തന്നെ അടുത്ത വാർത്താ സമ്മേളനവുമായി വന്ന് ശക്തമായി മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുന്നു. അതോടൊപ്പം തന്നെ അജിത് കുമാറിനെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് അത്തരമൊരു മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണ്ട എന്ന നിലയിലേക്ക് മുഖ്യമന്ത്രി പോകുമ്പോൾ CPI ശക്തമായി ഇനിയും ആവശ്യപ്പെടാൻ പോവുകയാണ്. അജിത് കുമാറിനെ മാറ്റി നിർത്തി തന്നെ അന്വേഷണം വേണം എന്ന ഒരു ആവശ്യവുമായി. ഈ രീതിയിലെല്ലാം മുഖ്യമന്ത്രി ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലൂടെ എന്ത് മുന്നോട്ട് വെച്ചോ, എന്ത് നീക്കമാണോ നടത്തിയത്, അത് പാളിപ്പോകുമോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ 27 മുതൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റിയും PBയും അത് നിർണായകമായ നിലപാടുകൾ എടുക്കുന്ന ഒരു കേന്ദ്ര കമ്മിറ്റിയും PB യോഗവുമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിൽ ആർക്കനുകൂലമായ നിലപാടാവും അവിടെ ഉണ്ടാവുക എന്നതും ഏറെ നിർണായകമാണ്. ഈ രീതിയിൽ പാർട്ടിക്കുള്ളിൽ പിണറായി പക്ഷം വളരെ ശക്തമായ ഒരു പ്രതിരോധത്തിലേക്ക് നീങ്ങിയില്ലെങ്കിൽ, ഈ പ്രതികൂലമായ തീരുമാനങ്ങൾ ഉണ്ടായാൽ പിന്നീട് ഒരു കരകയറ്റം പിണറായിക്കും പ്രയാസകരമാവും. ഇതേ ഘട്ടത്തിൽ തന്നെ ഈ വരുന്ന PB യോഗത്തിലും കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും MV ഗോവിന്ദനും മറ്റും ആഗ്രഹിക്കുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം മുന്നോട്ട് വെക്കുന്ന ചില ആവശ്യങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട്. അതിൽ ചില തിരുത്തലുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിൽ വിജയിച്ചില്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്ക് MV ഗോവിന്ദനെ സംബന്ധിച്ചും പ്രയാസകരമാവും. പ്രത്യേകിച്ച് ഈ സമയം പാർട്ടി സമ്മേളനം നടക്കുന്നതാണെന്നത് തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളതും. പ്രദീപുള്ള ശരി, സുധീഷ് വളരെ വ്യക്തമാണ്. ഇനിയുള്ള ദിവസങ്ങൾ CPM-നെ സംബന്ധിച്ച് മാത്രമല്ല മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ രംഗത്തിനുമെല്ലാം വലിയ കൗതുകം ഉണർത്തുന്ന കാഴ്ചകളായിരിക്കും. എങ്ങനെയാണ് കാര്യം, ഏറെ കാലത്തിന് ശേഷമാണ് ശക്തമായ ഒരു കരുനീക്കം അല്ലെങ്കിൽ ഒരു വിഭാഗീയതയുടെ സൂചന നൽകുന്ന നീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്. കൂടുതൽ പ്രതിരോധത്തിലാവുന്ന ആരാണ്? PV അൻവർ ആയിരിക്കുമോ, മുഖ്യമന്ത്രി ആയിരിക്കും? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയാണ്. PV അൻവറിന് നഷ്ടപ്പെടാൻ എന്താണുള്ളത്? മുഖ്യമന്ത്രി തന്നെയാണ് പ്രതിരോധത്തിൽ. അത് തന്നെയാണ് സുധീഷിന്റെ വിലയിരുത്തൽ. കാര്യം താൻ ശക്തനാണെന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത, ഒരു സമ്മർദ്ദത്തിലായിരിക്കുകയാണ് അദ്ദേഹം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അദ്ദേഹത്തിന് എതിരെ ശബ്ദങ്ങൾ ഇതുവരെ പരസ്യമായി ഉയർന്നിട്ടില്ലെങ്കിലും ആദ്യം ഇവിടെ ആര് പൊട്ടിക്കും എന്ന് നോക്കി നിൽക്കുകയാണ്. അതിൻ്റെ ഒരു സൂചന P ജയരാജൻ നൽകിക്കഴിഞ്ഞു. പാർട്ടി ഇതുവരെ സ്വീകരിച്ച അല്ലെങ്കിൽ സർക്കാർ സ്വീകരിച്ച ആ നയത്തിൻ്റെ നിലപാടിൽ നിന്നുള്ള ഒരു മാറ്റം
പൂർണ്ണമായ ഒരു മാറ്റമാണ് ഈ IS റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കാര്യത്തിലും ശ്രീ P. ജയരാജൻ സ്വീകരിച്ചത്. അതിൽ തന്നെ വ്യാപകമായ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് തടയേണ്ടതാരാണ്? സംസ്ഥാന പോലീസാണ്, ആഭ്യന്തര വകുപ്പാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്ന മുഖ്യമന്ത്രിയും കൂടിയാണ്.